ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് പരിശോധനയ്ക്ക് SIT എത്തി. പ്രഭാമണ്ഡലം അടക്കമിളക്കി പരിശോധന നടത്തും. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് പരിശോധന നടത്തുന്നത്. മിഥുനമാസ പൂജകൾക്കായി ഇന്ന് ശബരിമല നട തുറന്നിരിക്കുകയാണ്. ശശി നാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശി, അവിടെ പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായും. ഈ പ്രഭാമണ്ഡലം അതുപോലെ തന്നെ കട്ടളപ്പാളി എന്നിവയുടെ തൂക്കമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കട്ടളപ്പാളിയുടെ അടിവശവും ഒപ്പം ഈ പ്രഭാമണ്ഡലത്തിന്റെ മുകൾ വശമുള്ള സ്വർണ്ണത്തിന്റെ എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉള്ളത്, ഈ സ്വർണ്ണത്തിന്റെ തൂക്കം കണ്ടെത്തുക എന്നുള്ളതാണ് SIT സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടിയാണ് SIT സംഘം സന്നിധാനത്തെത്തിയത്. നട തുറന്നതിന് ശേഷം വിഭാഗ നടപടിയിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തിരുവാഭരണ കമ്മീഷൻ എത്തിയാൽ ഈ നടപടിയിലേക്ക് കടക്കും. കാരണം ഈ തൂക്കം കൃത്യമായി കണ്ടെത്തിയെങ്കിൽ മാത്രമേ നഷ്ടപ്പെട്ട സ്വർണം എത്രയാണ് എന്ന് കണക്കാക്കാൻ കഴിയുള്ളൂ. നേരത്തെ 2 പ്രാവശ്യം ഈ സാമ്പിൾ ശേഖരിക്കുകയും അത് രാസപരിശോധനയ്ക്ക് അയക്കുകയും അതിന്റെ റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. ഈ തൂക്കത്തിന്റെ കണക്കുകൂടി കൃത്യമായി ലഭിക്കണമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഈ ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയതിനു ശേഷം SIT സംഘവും ഇത് പരിശോധിക്കുന്ന വിദഗ്ധ സംഘവും ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അതിന്റെ പരിശോധന അല്പസമയത്തിനകം തന്നെ നടക്കും. അതെന്തായാലും ഇളക്കി മാറ്റിയെങ്കിൽ മാത്രമേ ഇത് കൃത്യമായി എത്ര സ്വർണം നഷ്ടപ്പെട്ടുണ്ട്, ഇതെല്ലാം ഈ രാസപരിശോധന ഫലവും ഒപ്പം സ്വർണം നഷ്ടപ്പെട്ട തൂക്കം എല്ലാം കണ്ടെത്തിയെങ്കിൽ മാത്രമേ കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുള്ളൂ. അതിനു വേണ്ടിയുള്ള അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കും. എന്തായാലും 13 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. 2 FIRകളാണ് ഉള്ളത്. ആ 13 പേര് കേസിൽ പ്രതികളായിട്ടുള്ളത് പലരും ഇപ്പോൾ തന്നെ ജാമ്യത്തിലിറങ്ങിയ അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം SITക്കുണ്ട്. അതെല്ലാം ഒരു വെല്ലുവിളിയായി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പ്രഭാമണ്ഡലവും ഒപ്പം ഈ കട്ടളപ്പള്ളിയുടെ അടിവശവും ഇളക്കി പരിശോധിച്ച് തൂക്കം കണ്ടെത്തുന്ന ശ്രമം നടത്തുന്ന അല്പസമയത്തിന് തന്നെ നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നൽകാനുള്ള വിവരം. ശരി, ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.